പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനും അങ്ങയെ വിളിക്കാനും അങ്ങയുടെ ശക്തമായ ഇടപെടൽ, അങ്ങയുടെ കരുണ, അങ്ങയുടെ ശക്തി അനുഭവിച്ചറിയാനും അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമേ. പ്രത്യേകം കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മക്കളെ അവിടുന്ന് എപ്പോഴും ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ആരും നശിച്ചു പോകാൻ അങ്ങ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങ് അതിനു വേണ്ടി അങ്ങയുടെ മക്കൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി, അനുഗ്രഹിക്കാൻ വേണ്ടി എല്ലാം അങ്ങയുടെ മക്കൾക്ക് നൽകുന്നുണ്ട്. അതറിഞ്ഞ് അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയുടെ കരുണ സ്വന്തമാക്കാൻ, അങ്ങയുടെ രക്ഷ സ്വീകരിക്കാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവിടെ മക്കളെ അനുഗ്രഹിക്കണമേ, പാരമ്പര്യത്തെ അനുഗ്രഹിക്കണമേ, തലമുറയെ അനുഗ്രഹിക്കണമേ, തലമുറയെ വീണ്ടെടുക്കണമേ. ഒരു പുതിയ അഭിഷേകത്താൽ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് ആരംഭിച്ചിരിക്കുന്നു. അവൻ ഈ അഭിഷേകം സൗഖ്യമായി, വിടുതലായി, വിമോചനമായി, സമാധാനമായിട്ട് അങ്ങയുടെ മക്കള് അനുഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ നമ്മുടെ ശുശ്രൂഷ വലിയ ശക്തമായ അനുഭവമായിരുന്നു. പള്ളി നിറയെ ആളുകൾ കടന്നു വന്ന മക്കളൊക്കെ അതിശക്തമായിട്ട് കർത്താവ് ദിവ്യകാരുണ്യയുടെ സജീവ സാന്നിധ്യത്തിൽ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിന്റെ വലിയ കരുണ ചൊരിഞ്ഞ് കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു. അനേക മക്കള് സാക്ഷ്യപ്പെടുത്തി ലഭിച്ച അനുഗ്രഹങ്ങള്, വലിയ വിമോചനം. ഇനി അങ്ങോട്ട് ജീവിക്കേണ്ട ജീവിതം കർത്താവിനെ കൂടെ നിർത്തി ജീവിക്കാനുള്ള തീരുമാനം. അങ്ങനെ വലിയ അനുഭവത്തിലേക്ക് കർത്താവ് ഇന്നലത്തെ ശുശ്രൂഷ നയിച്ചു. വന്ന എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി അച്ഛൻ നന്ദി പറയാണ്. നമുക്ക് വീണ്ടും കർത്താവിന്റെ കൃപയില്, കർത്താവുമുള്ള ആ ദൈവൈക്യത്തില്, കൃപയ്ക്ക് മേൽ കൃപയിൽ വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മള് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മക്കളെ, എന്തു വന്നാലും നമ്മുടെ ഉത്തരമാരാണ് നമ്മുടെ കർത്താവ്. ഹോസിയ പ്രവാചന പുസ്തകത്തില് 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തില് കർത്താവ് പറയണം, ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് നിലവിളിക്കുന്നു. എന്റെ മക്കളെ, എന്തു വന്നാലും, കുറെ പേരൊക്കെ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് അങ്ങനെയാണ്, ഇങ്ങനെയുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കഴിഞ്ഞ കാലം ഇങ്ങനെയായിരുന്നു, അങ്ങനെ പല 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 കാര്യങ്ങൾ. എന്റെ മക്കളെ, എന്തു വന്നാലും നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഹൃദയം നൊന്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അതിന് പകരം കിടക്കയിൽ വീണ് നിലവിളിച്ച് നിരാശപ്പെട്ട് ഡിപ്രഷനിൽപ്പെട്ട് നമ്മൾ ആരും കഴിയണ്ട. നമുക്ക് വേണ്ടി, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പിതാവായ ദൈവം ഏകജാതനെ തന്നു. ഏകജാതനായ നമ്മുടെ ഈശോ ഈ കുരിശില് നമ്മെ മാന്യരാക്കാൻ, നമ്മെ രക്ഷിക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ, നമുക്കെല്ലാം തരാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. മക്കളെ, ഈശോയെ സ്നേഹിക്കുക. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വന്ന് ഹൃദയം നൊന്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവെ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല, അങ്ങ് ഞങ്ങളെ സഹായിക്കണം, അങ്ങ് ഇടപെടണം. അതുപോലെ ഈശോയെ സ്നേഹിച്ച് ഇനി അങ്ങോട്ട് ഈശോയുടെ കൽപ്പനകൾ പാലിച്ച്, ദൈവ ഭയത്തിലും കൽപ്പനകൾ പാലിച്ചും നമ്മുടെ കർത്തവ്യം നിറവേറ്റി കുദാശകളിലൂടെ ദിവ്യകാരുണ്യ ബന്ധത്തില്, കുദാശ ബന്ധത്തില്, കുമ്പസാരം, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, ഈശോയെ സ്വീകരിച്ച് ഈശോയിൽ ജീവിച്ചാൽ മതി. നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തെ കുറിച്ച് കാണുകയാണ്. സംഗീത പുസ്തകം 6-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വചനത്തില് ദൈവമായ കർത്താവ് ഒരു പുരോഹിത ആശീർവാദം മോശയോട് പറഞ്ഞു കൊടുക്കുക. ഒരു വലിയ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന. അത് പുരോഹിതന്മാര് ജനത്തെ ആശീർവദിക്കേണ്ട വാക്കുകൾ മോശയിലൂടെ അഹ്റോന് നൽകുന്നതാണ്. അത് കർത്താവ് പറയാണ്, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നെ പ്രസാദിച്ച് നിന്നോട്
കരുണ കാണിക്കട്ടെ, അവിടുന്ന് കരുണയോടെ നിന്നെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇങ്ങനെ പറഞ്ഞ് ദൈവജനത്തെ ആശീർവദിക്കാൻ ദൈവം വാക്ക് കൊടുത്ത്, അനുഗ്രഹത്തിന്റെ ആ പ്രാർത്ഥന കൊടുത്ത് മോശയിലൂടെ പുരോഹിതന്റെ ആശീർവാദം തന്റെ മക്കൾക്ക് കൊടുക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇത് ദൈവത്തിന്റെ വലിയ ഒരു ആഗ്രഹമാണ്. ഒരു മാധ്യമത്തിലൂടെ അനുഗ്രഹം എപ്പോഴും മറ്റുള്ളവരിലൂടെ കടന്നു വരികയാണ്. ഈശോയിലൂടെ അനുഗ്രഹം, അല്ലെങ്കിൽ വിശുദ്ധ കുദാശയിലൂടെ അനുഗ്രഹം, പുരോഹിതന്റെ അനുഗ്രഹ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം. എന്തൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? കർത്താവ് നിന്നെ അനുഗ്രഹിക്കണം, കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ പരിപാലിക്കണം. കർത്താവിന്റെ അനുഗ്രഹം പുരോഹിതനിലൂടെ നൽകപ്പെടുന്നു. കർത്താവിന്റെ പരിപാലന അനുഗ്രഹിക്കപ്പെടുന്നു, ആശീർവദിക്കപ്പെടുന്നു. നിന്നെ പരിപാലിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് മക്കളെ, നമ്മെ അനുഗ്രഹിച്ച് പരിപാലിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സംരക്ഷണം ദൈവം പരിപാലിക്കും. അതിനുവേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ആശീർവദിക്കണം എന്ന് ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ്. വീണ്ടും പറയാം, അവിടുന്ന് നിന്നോട് കരുണ കാണിക്കട്ടെ, നിന്നിൽ പ്രസാദിക്കട്ടെ. മക്കളെ, ദൈവം നമ്മിൽ പ്രസാദിക്കണം, എന്നിട്ട് നമ്മോട് കരുണ കാണിക്കണം. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ദൈവം നമ്മിൽ പ്രസാദിക്കാൻ, ദൈവം നമ്മോട് കരുണ കാണിക്കാൻ. അങ്ങനെ കരുണ നമുക്കറിയാം, നമ്മുടെ പാപം നീക്കി, ശാപത്തെ നീക്കി, കടങ്ങളെ വീട്ടി ദൈവത്തിന്റെ കരുണ, ഈ കരുണ നമ്മോട് കാണിക്കട്ടെ. എന്നിട്ട് പറയാ, അവിടുന്ന് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മെ കരുണയോടെ കടാക്ഷിച്ച് നമ്മെ അനുഗ്രഹിച്ച് സമാധാനം നമുക്ക് തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു ആശീർവാദത്തിന്റെ വലിയ ശക്തി തന്റെ ജനത്തിന് നൽകാൻ ദൈവം ആവശ്യപ്പെടുകയാണ് മോശയിലൂടെ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് കരുണയോടെ നിങ്ങളെ കടാക്ഷിച്ച്, നിങ്ങളുടെ മക്കളെ കടാക്ഷിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ഈ ഒരു അനുഗ്രഹം സ്വന്തമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കിടയാകട്ടെ, നമ്മുടെ മക്കൾക്കിടയാകട്ടെ, നമ്മുടെ കുടുംബത്തിനിടയാകട്ടെ. അവിടുത്തെ പരിപാലന, അവിടുത്തെ സംരക്ഷണം, അവിടുത്തെ കരുണ നമ്മെ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കും. ഒരു വലിയ പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ ദിവ്യകാരുണ്യ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിന് ആഗ്രഹമുള്ള മക്കള് അച്ഛൻ്റെ ഫോൺ നമ്പർ 9846218133. അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി, തിരിച്ച് കോണ്ടാക്ട് ചെയ്തോളും. അതോടൊപ്പം തന്നെ നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ രണ്ടാം ശനി കൺവെൻഷൻ, നമ്മുടെ ധ്യാനങ്ങൾ, നമ്മുടെ നിത്യ ആരാധന, ഇതിലൊക്കെ പ്രാർത്ഥിക്കാനും മധ്യസ്ഥം വഹിക്കാനും ശുശ്രൂഷയിൽ അച്ഛനോട് ചേർന്ന് നിൽക്കാനും ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്യണം. കാരണം പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ, ഈ ആത്മീയ പോരാട്ടത്തിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഒരു കാര്യം ഓർത്തോ, കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയും ഈശോ പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ ഈ എളിയവന് ഒരു കപ്പ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. കർത്താവിന്റെ നാമത്തില് നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയും അത് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടാൻ, പ്രതിഫലം കിട്ടാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അതിന് സമയം കണ്ടെത്താൻ, അതിനുവേണ്ടി നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക്, നമ്മുടെ ദിവ്യകാരുണ്യ യാത്രകളിലേക്ക്, നമ്മുടെ ധ്യാനങ്ങളിലേക്ക്, നിത്യാരാധനയിലേക്ക്, മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് അച്ഛൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്, ക്ഷണിക്കണം. നിങ്ങളുടെ മക്കളെയൊക്കെ പറഞ്ഞു വിട് അതിനൊക്കെ വേണ്ടിയൊക്കെ. അതോടൊപ്പം തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹം, നമുക്കിവിടെ നൈറ്റ് വിജിലൊക്കെ ആരംഭിക്കണം. പിന്നെ വ്യാഴാഴ്ച ഗെത്സമേൻ മണിക്കൂർ, രാത്രി 11 മണി മുതൽ 1 മണി വരെ കർത്താവ് ഗെത്സമേനിൽ പ്രാർത്ഥിച്ച മണിക്കൂറാണ്. ആ സമയത്ത് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത്
പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന ആരംഭിക്കണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ജെറിക്കോ പ്രാർത്ഥനയും ഒത്തിരിയേറെ ശുശ്രൂഷകൾ കർത്താവിൻ്റെ നാമം വിളിച്ചിറക്കുന്ന, കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്ന, കർത്താവിൻ്റെ പരിപാലനയും കൃപയും അനേകർക്ക് പകർന്നു കൊടുക്കുന്ന ശക്തമായ ഒരു ആലയമായിട്ട് ഈ കാർമൽ ധ്യാന കേന്ദ്രം മാറ്റണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. അതുകൊണ്ട് നിങ്ങളെയൊക്കെ അച്ഛൻ ക്ഷണിക്കാണ്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവികാരം മുമ്പിൽ മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കുന്ന അഭിഷിക്തരും ശുശ്രൂഷകരും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണേ. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ആശീർവാദം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം തന്നെ കനിഞ്ഞു നൽകട്ടെ. അച്ഛനും പ്രാർത്ഥിക്കുന്നു. ദിവ്യാനുസാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം നൽകാനും വേണ്ടി ഇതുപോലെ മനസ്സുള്ള സ്നേഹം തന്നെയായ കർത്താവാണല്ലോ അവിടുന്ന്. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് സഹിച്ച സഹനങ്ങൾ, അങ്ങേറ്റെടുത്ത പീഡാസഹനങ്ങൾ, അങ്ങേറ്റ മുറിവുകൾ, അങ്ങ് ജീവൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു. അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹം, കരുണ, വീണ്ടെടുപ്പിന്റെ വില ഈശോയെ എത്രയോ വലുതാണ്. അങ്ങയുടെ മനസ്സ് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിക്കാൻ, ഞങ്ങളെ പരിപാലിക്കാൻ, ഞങ്ങളോട് കരുണ കാണിക്കാൻ, ഞങ്ങളെ സംരക്ഷിക്കാൻ, കർത്താവേ ഞങ്ങളെ കടാക്ഷിച്ച് പ്രസാദിക്കാൻ, ഞങ്ങൾക്ക് സമാധാനം തരാൻ അങ്ങ് എന്തുമാത്രമാ ആഗ്രഹിക്കുന്നത്. ഈശോയെ, അതിനുള്ള വഴികൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങ് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അങ്ങയുടെ ആഗ്രഹം ഞങ്ങളാരും നശിച്ചു പോകരുത്, അസമാധാനത്തില് തകർന്നു പോകരുത്. ഞങ്ങളെ പരിപാലിച്ച്, ഞങ്ങളെ അനുഗ്രഹിച്ച്, ഞങ്ങൾക്ക് സമാധാനം നൽകി ഞങ്ങൾ രക്ഷിക്കുവാൻ ഈശോയെ അങ്ങയുടെ വലിയ പദ്ധതി ആശീർവാദത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നല്ലോ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം മക്കളെ, നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ തകർന്നുപോയ മേഖലകൾ, വഴിതെറ്റിപ്പോയ മക്കള്, ചില അടിമത്തങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കള്, മൊബൈൽ അടിമത്തം, തെറ്റായ സ്നേഹബന്ധങ്ങള്, കൂട്ടുകെട്ടുകള്, ചില ദുശീലങ്ങള്, അടിമപ്പെട്ടു പോയ മക്കള്, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ഒരു തിന്മയും കടന്നു വരാതെ കർത്താവ് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മളെ പരിപാലിക്കട്ടെ. ഈ ആശീർവാദത്തിലൂടെ കർത്താവിന്റെ ആശീർവാദം നമ്മൾ കണ്ടു. എന്താണ് മക്കളെ? കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് കരുണയോടെ നിന്നെ കടാക്ഷിച്ച് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും സമാധാനം നൽകട്ടെ. ഈശോ നൽകാൻ ആഗ്രഹിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഈ ആശീർവാദം. ഈ സമയം കർത്താവ് നമ്മെ ആശീർവദിക്കുമ്പോൾ ഇതെല്ലാം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ജീവിത മേഖലകളിലും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ആശീർവാദം, അതിലൂടെ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ പരിപാലന, അനുഗ്രഹം, അവിടുത്തെ സംരക്ഷണം, അവിടുത്തെ സമാധാനം, അവിടുത്തെ ശക്തി എല്ലാം മറച്ചു നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തുതിച്ച ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ,
അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ മക്കളെ പരിപാലിക്കണമേ. ഈ മക്കൾക്ക് സമാധാനം നൽകണമേ. ആമേൻ.